കുക്കിംഗ് ഒട്ടും അറിയാത്തവർക്കും ബാച്ചിലേഴ്സിനും തുടക്കക്കാർക്കും നമ്മുടെ ജെൻസികൾക്കും വേണ്ടിയുള്ള കുറച്ച് റെസിപ്പീസ് ആട്ടോ. ആദ്യം തന്നെ അപ്പോൾ ഒരു ബീൻസ് ഉപ്പേരിയോടുകൂടി തുടങ്ങാം കേട്ടോ. അതിനായിട്ട് കടായി വെച്ച് ചൂടാക്കി നമുക്ക് ഇഷ്ടമല്ല ഏതെങ്കിലും ഒരു എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ബീൻസ് നന്നായിട്ട് കഴുകി ഈ രീതിയിൽ പൊട്ടിച്ചെടുത്ത് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി അത് ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് തീ കുറച്ച് കൊടുത്ത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനും കളറിനും ഉപ്പിനും ഒക്കെ ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ തീ കുറച്ചെടുത്തിട്ട് വേണം കേട്ടോ പൊടികളൊക്കെ ചേർക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോയാലും ഒരു കയ്പ്പ് രസം ഉണ്ടാവും. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബീൻസിന് കുറച്ച് വേഗമുള്ളതുകൊണ്ട് ഒരു മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കുക. പിന്നെ ഇതിനകത്ത് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. നിങ്ങൾക്ക് കുറച്ചും കൂടെ കുഴഞ്ഞ ഒരു രീതി വേണമെങ്കിൽ കുറച്ചൊന്ന് വെള്ളം തളിച്ച് കൊടുത്താൽ മതി, ഒരുപാട് ആക്കരുത് കേട്ടോ. കുറച്ച് ഞാനിപ്പോൾ വെള്ളമൊന്നും തളിച്ച് കൊടുത്തിട്ടില്ല, അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് വീണ്ടും മിക്സ് ചെയ്ത്. എനിക്ക് ഒത്തിരി ഇഷ്ടം ഈ സവാള ആഡ് ചെയ്യുന്നത്, കുറച്ചും കൂടെ ഹെൽത്തി അല്ലേ. അപ്പോൾ ഞാൻ സവാള ലാസ്റ്റ് തുറന്നിട്ടിട്ട് അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ബീൻസ് ഉപ്പേരി റെഡി. എളുപ്പമാണ്. ശരിക്കും ഞാൻ കുക്കിംഗ് അറിയാത്തവർക്കും അതുപോലെ തന്നെ തുടക്കക്കാർക്കും വേണ്ടിയുള്ള ബാച്ചിലേഴ്സിൻ്റെ ഒരു റെസിപ്പീസാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ്, നമ്മുടെ വെണ്ടയ്ക്ക ചെയ്യുക. ഇതേ രീതിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായതിനു ശേഷം വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്കൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വഴുവഴുപ്പുണ്ടല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും വെണ്ടയ്ക്ക കഴുകി കുറച്ച് ഉണങ്ങിയതിന് ശേഷമേ നമ്മൾ അത് അരിഞ്ഞ് ഈ രീതിയിൽ ഇട്ട് കൊടുക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ നല്ല വഴുവഴുപ്പായിരിക്കും. പിന്നെ വെണ്ടയ്ക്കയ്ക്ക് വെള്ളവേ ചേർക്കരുത്. നമ്മൾ നല്ല ചൂടെണ്ണയിൽ നന്നായിട്ട് വഴറ്റുമ്പോൾ തന്നെ ആ വഴുവഴുപ്പ് അങ്ങ് മാറും. പിന്നെ ആസ് യൂഷ്വൽ നമ്മളെ ബീൻസ് ഉപ്പേരിക്ക് ചെയ്ത പോലെ തന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അടച്ചു വെക്കേണ്ട വെണ്ടയ്ക്ക കേട്ടോ, തുറന്നിട്ട് തന്നെ നമുക്കങ്ങ് ഡ്രൈ ആക്കി എടുത്താൽ മതി. ലാസ്റ്റ് ഞാൻ സവാള ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ അതങ്ങ് അവോയ്ഡ് ചെയ്യൂ, കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ കടായി ഇരുമ്പായതുകൊണ്ട് പെട്ടെന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റുക. ഇരുമ്പ് കടായിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു അയണിൻ്റെ ടേസ്റ്റ് വരും. നമ്മുടെ അലുമിനിയോ അല്ലെങ്കിൽ സ്റ്റീലോ നോൺ സ്റ്റിക്കോ ഒക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. ഇനി അടുത്തത് നമ്മൾ മഷ്റൂമാണ് ഉണ്ടാക്കുന്നത്. മഷ്റൂം നന്നായിട്ട് കഴുകി ഞാനൊന്ന് പീസ് ചെയ്ത് കൈ വെച്ച് ഇങ്ങനെ പൊട്ടിച്ചിടുന്നു. മഷ്റൂമിന് കുറച്ച് വേഗം ഉണ്ട് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് വേവിക്കുന്നൊന്നുമില്ല. നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടാക്കിയ കടായിലോട്ട് കുറച്ച് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മഷ്റൂം അങ്ങനെ അങ്ങ് തട്ടിയിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് നമുക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട. കുറച്ച് വേഗമുണ്ട്, അതുകൊണ്ട് നമുക്ക് അടച്ച് മഷ്റൂം ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റോളം മഷ്റൂം ലോ ഫ്ലെയിമിൽ കിടന്ന് വേകട്ടെ. അതിനുശേഷം തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ഒരുവിധം വെന്ത് കെട്ടിയിട്ടുണ്ട്. ഇനി തുറന്നിട്ട് ആ വെള്ളം അങ്ങ് വറ്റിച്ചെടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. മഷ്റൂം ഉപ്പേരി റെഡി. ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ ഒരു ഫ്ലേവർ ഫുൾ ആയിട്ട് കിട്ടും. ഇനി ഞാൻ നമ്മുടെ ചെറുപയർ തൊലി ഇല്ലാത്ത സ്പ്ലിറ്റഡ് ഇല്ലേ, അതാ കാണിച്ചു തരുന്നത് കേട്ടോ. അത് ഞാൻ നന്നായിട്ട് കഴുകി ഒരു ഗ്ലാസ് എടുക്കുവാണെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം കുക്കറിലോട്ട് ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ കൊടുത്തിട്ട് ആവി മാറി തുറന്ന് നോക്കുമ്പോൾ നമുക്ക് വെന്ത് കിട്ടും. എന്നിട്ട് ഒരു കടായി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണയും കടുക്, വറ്റൽമുളക്, കരിവേപ്പില വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. കാരണം ഞാനിത് തേങ്ങ ഇട്ട തോരൻ ടൈപ്പിലാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ വെന്ത് അതൊന്ന് മിക്സ് ചെയ്തിട്ട് തേങ്ങയിൽ ഞാൻ മഞ്ഞപ്പൊടി, മുളക് പൊടി, നമ്മുടെ വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവി കയറാനായിട്ട് ഞാൻ ഒരു 2 മിനിറ്റ് വെക്കാം. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമുക്ക് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ പാത്രം അടയ്ക്കുമ്പോൾ ആ പാത്രത്തിന്റെ മുകളിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു. ആ വെള്ളം ഒരുപാട് പറ്റുന്നതിന് മുന്നേ തന്നെ തുറന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അടിക്ക് പിടിക്കത്തില്ല കേട്ടോ. അടച്ചു വെച്ചപ്പോൾ ഞാൻ ഈ പയറിന്റെ കൂട്ടിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് തളിച്ചു കൊടുക്കുക, എന്നിട്ട് അടച്ചു വെച്ചാലും നമുക്ക് പെട്ടെന്ന് അടിക്ക് പിടിക്കാതെ രക്ഷപ്പെടാനുള്ളൊരു ടിപ്പാണ്. പിന്നെ അതേ നന്നായിട്ടൊന്ന് തുറന്നിട്ട് ചിക്കൻ എടുത്താൽ മതി. ഇത് ചെറുപയർ തോരൻ, നമ്മുടെ സ്പ്ലിറ്റഡ് തൊലിയില്ലാത്ത ചെറുപയറിന്റെ പരിപ്പില്ലേ, ആ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ബീട്രൂട്ടും നമ്മുടെ ക്യാരറ്റും കൂടെ എന്താ പറയുക ഒന്ന് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് കടായി വെച്ചു, എണ്ണ ഒഴിച്ചു, കുറച്ച് കടുകും ജീരകവും ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്താൽ അത് വെറുതെ എണ്ണയിൽ ഇത് ഗ്രേറ്റ് ചെയ്തത്. ഞാൻ ഒരു വലിയ ബീട്രൂട്ടും 2 ഇടത്തരം ക്യാരറ്റും ആയിരുന്നു, അത് ഗ്രേറ്റ് ചെയ്തതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിനകത്ത് ആസ് യൂഷ്വൽ ഞാൻ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്പ് പോലെ തന്നെ വെള്ളം അതിൻ്റെ മണ്ടയിൽ കണ്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. താഴെ ഞാനൊന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ക്യാരറ്റിൽ നിന്ന് ബീട്രൂട്ടിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും, അപ്പോൾ ഒരുപാട് നമ്മൾ വെള്ളം ചേർക്കേണ്ട. നിങ്ങൾക്ക് അഥവാ പേടിയുണ്ടെങ്കിൽ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് എന്താണ് തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ ഇത് ഹെൽത്തി അല്ലേ, നല്ല ടേസ്റ്റാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടട്ടോ വെറുതെ കഴിക്കാനായാലും. അപ്പോൾ ഞാൻ ഇതുപോലുള്ള വേറെ ബേക്കിംഗ് പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേഴ്സിനും തുടക്കക്കാർക്കും കുക്കിംഗ് അറിയാത്തവർക്കും പറ്റുന്ന നല്ല ബേക്കിംഗ് ടിപ്സും ഒക്കെ ഞാൻ മെല്ലെ മെല്ലെ ഇനി ഇട്ട് തരാം കേട്ടോ. ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.